अब हम सब प्रतीक्षा कर रहे हैं माननीय राष्ट्रपति महोदया के शुभागमन की। कुछ ही देर में वे यहाँ आएंगी और शपथ ग्रहण समारोह प्रारंभ होगा। ചടങ്ങിലേക്ക് രാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയായി. രാജ്യം കാത്തിരിക്കുന്ന ലോകം ഉറ്റുനോക്കുന്ന ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമായി ബാക്കിയുള്ളൂ. മോദി ക്യാബിനറ്റ് അങ്ങനെ അധികാരമേൽക്കാൻ പോവുകയാണ്. എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതി എത്തും. രാഷ്ട്ര തലവന്മാരുടെ സാന്നിധ്യത്തിൽ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് അവർ. അവരുടെ സാന്നിധ്യത്തിൽ 8,000-ഓളം ആളുകൾക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത്. അതിനനുസരിച്ച് അതിഥികൾ എത്തിക്കഴിഞ്ഞു. ഇവരുടെ സാന്നിധ്യത്തിലാണ് മോദി മന്ത്രിസഭ അധികാരമേൽക്കാൻ പോകുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നത്. जोरदार तरीके से अभिवादन हो रहा है यहाँ नवनिर्वाचित प्रधानमंत्री का। एक अजब जोश, उमंग, उत्साह, 10,000 से अधिक मेहमान और आगमन देश के माननीय उपराष्ट्रपति श्री जगदीप धनखड़ और उनकी पत्नी डॉक्टर सुदेश धनखड़ का। ഉപരാഷ്ട്രപതി എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതിയും ഈ ചടങ്ങിലേക്ക് अभिवादन स्वीकारते हुए। और अब वो इंतजार की घड़ियां बहुत करीब आती हुई जब आज का समारोह उस मकाम पर जाएगा जहां प्रधानमंत्री और उनके मंत्रिपरिषद के सदस्य शपथ लेंगे। राष्ट्रपति के सचिव धीरे धीरे मंच की ओर अग्रसर होते हुए श्री राजेश वर्मा। कुछ ही समय में हमारे बीच राष्ट्रपति महोदया का शुभागमन होगा। माननीय उपराष्ट्रपति महोदय सभी का ഉപരാഷ്ട്രപതിയും എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതി എത്തും. 72 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അതായത് മോദി ക്യാബിനറ്റ് എന്ന് പറയുന്നത് 72 പേരായിരിക്കും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 പേർ. അതിൽ 30 പേർ ക്യാബിനറ്റ് റാങ്കുള്ളവരും 36 പേർ സഹമന്ത്രിമാരുമായിരിക്കും. 5 പേർക്ക് സ്വതന്ത്ര ചുമതലയായിരിക്കും. അതിൽ 13 പേർ ഘടകകക്ഷികളിൽ നിന്നുള്ള ആളുകളായിരിക്കും എന്നുള്ള പ്രത്യേകതയുമുണ്ട്. 69 പേരാണ് BJPയുടെ 59 പേരാണ് BJPയുടെ പ്രതിനിധികളായിട്ട് ഈ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്. നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി. സത്യപ്രതിജ്ഞ ചെയ്യേണ്ട നിയുക്ത മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു. ഉപരാഷ്ട്രപതി എത്തിക്കഴിഞ്ഞു. രാഷ്ട്ര തലവന്മാർ എത്തിക്കഴിഞ്ഞു. JP നദ്ദ മന്ത്രിസഭയിലേക്ക് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അല്പസമയം മുമ്പാണ് ആ അപ്ഡേറ്റ് വന്നത്. അതായിരുന്നു കാത്തിരുന്നത്. നദ്ദ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ വിവരവും വന്നു കഴിഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ മോദി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. അദ്ദേഹം എത്തിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മുഖങ്ങൾക്കൊപ്പം പരിചയസമ്പന്നരായ ഈ പുതിയ കുറച്ച് ആളുകൾ കൂടി ഈ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നു. ഒപ്പം ചില പുതുമുഖങ്ങളും പരിചയസമ്പത്ത് കുറഞ്ഞതാണെങ്കിൽ പോലും പുതിയ മുഖങ്ങളും എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഘടകകക്ഷികളിൽ നിന്ന് ഏറ്റവും പരിചിതനായത് HD കുമാരസ്വാമിയാണ്. ഒപ്പം JDUവിൽ നിന്ന് ലലൻ സിംഗിനെ പോലെയുള്ള ആളുകളുണ്ട്. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഘടകകക്ഷികളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മോദി ക്യാബിനറ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ 13 പേർ ഘടകകക്ഷികളിൽ നിന്നുള്ളതാണ്. 11 ഘടകകക്ഷികൾക്കാണ് പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ TDPക്കും JDUവിനും 2 വീതം മന്ത്രിസ്ഥാനങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ളവർക്ക് ഓരോ മന്ത്രി പദവിയും കിട്ടിയിരിക്കുകയാണ്. NCPക്ക് മന്ത്രിസ്ഥാനം ഇല്ല. NCP അജിത് പവാർ വിഭാഗത്തിന്. പക്ഷേ അത് അവർ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് സഹമന്ത്രിസ്ഥാനം കൊടുക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവർക്ക് ക്യാബിനറ്റ് പദവി വേണം എന്നുള്ളതിനാൽ അവർ അത് നിരസിച്ചിരിക്കുകയാണ്. ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സമയമാണ്. രാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങും. ഒന്നൊന്നായി പേരുകൾ രാഷ്ട്രപതിയുടെ സെക്രട്ടറി വിളിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു ഔദ്യോഗിക രീതി. ആദ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് പിന്നാലെ മന്ത്രിമാരെ ഓരോരുത്തരെയായിട്ട് വിളിക്കും. കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടുകയാണ്. സുരേഷ് ഗോപിയും
ജോർജ് കുര്യനും മന്ത്രിസഭയിലേക്ക് വരികയാണ്. സുരേഷ് ഗോപി വിജയിച്ചയാൾ എന്ന നിലയിലും ജോർജ് കുര്യന് പ്രത്യേക പരിഗണനയിൽ അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം ഇനി രാജ്യസഭയിലേക്ക് വരേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളും എന്തായാലും അല്പ ദിവസത്തിനകം തന്നെ പൂർത്തിയാകും. രാജ്യസഭയിൽ ഒഴിവുകൾ വരുന്ന സമയങ്ങളാണ് വരുന്നത്. രാഷ്ട്രപതിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ माननीय राष्ट्रपति महोदया का शुभागमन, उनके साथ राष्ट्रपति के सचिव